ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള വെർബായ വെർബ് ബി യുടെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി എന്നുള്ള വെർബ് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് പ്രധാനമായിട്ടും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് അവസ്ഥയെ കാണിക്കാൻ, എന്നുവെച്ചാല് ഒരാളുടെ അവസ്ഥ, അവന് സന്തോഷവാനാണ്, അവൻ ദുഃഖിതനാണ്, അവൻ ധീരനാണ്, അവൻ ഭീരുവാണ്, അവനൊരു കുട്ടിയാണ്, അവനൊരു അധ്യാപകനാണ്, അങ്ങനെയൊക്കെ പറയുന്നതിന് ഏത് വാക്ക് ഉപയോഗിക്കും? വെർബ് ബിയുടെ രൂപങ്ങളൊക്കെ ഉപയോഗിക്കും. പിന്നെ സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി പ്രസൻസ്, അല്ലേ? അവൻ പള്ളിയിലുണ്ട്, അയാൾ വീട്ടിലുണ്ട്, ഞങ്ങൾ ഗ്രൗണ്ടിലുണ്ട്. ഇങ്ങനെ സാന്നിധ്യത്തെ കാണിക്കാൻ, പ്രസൻസിനെ കാണിക്കാൻ വേണ്ടിയും വെർബ് ബിയും അതിന്റെ രൂപങ്ങളൊക്കെ ഉപയോഗിക്കും. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിയുടെ ആദ്യത്തെ അർത്ഥം ആയിരിക്കുക, എന്ന് വെച്ചാൽ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി. അപ്പൊ അത് നമ്മൾ കാണുകയാണ്. ബി എന്നുള്ളതിന്റെ കൂടെ ഷുഡ് വെച്ചാല് എന്ത് കിട്ടും? ആയിരിക്കണം. ഇംഗ്ലീഷ് ഭാഷയിൽ ണം എന്ന് കിട്ടാൻ ഷുഡ് വെച്ചാൽ മതി. എന്തിന്റെ കൂടെ? ബേസ് ഫോമിന്റെ കൂടെ വെക്കണം. നേരത്തെ കണ്ടതാണ്. ഷുഡ് ബി എന്ന് വെച്ചാൽ ആയിരിക്കണം. ഷുഡ് റൈറ്റ് എഴുതണം. ഷുഡ് ഗോ പോകണം. അതുപോലെ തന്നെ ഇവിടെ ഷുഡ് ബി ആയിരിക്കണം. അപ്പൊ നമ്മൾ ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വാക്ക് വെച്ച് നമ്മൾ പഠിക്കുകയാണ്. ഹൂ ഷുഡ് ബി ഹാപ്പി? ഹൂ ഷുഡ് ബി ഹാപ്പി? ആരായിരിക്കണം സന്തോഷമുള്ളവൻ? അല്ലെങ്കിൽ സന്തോഷമുള്ളവൻ ആരായിരിക്കണം? ഹൂ ഷുഡ് ബി കൈൻഡ്? ആരായിരിക്കണം ദയുള്ളവൻ? അല്ലെങ്കിൽ ദയുള്ളവൻ അല്ലെ ദയുള്ളവൾ ആരായിരിക്കണം? ഹൂ ഷുഡ് ബി പ്രൂഡൻ? ആരായിരിക്കണം വിവേകമുള്ളവൻ? അല്ലെങ്കിൽ ആരായിരിക്കണം വിവേകമുള്ളവൾ? അല്ലെങ്കിൽ വിവേകമുള്ളവൾ ആരായിരിക്കണം? അപ്പൊ നമ്മളെ വാചകത്തിന് അർത്ഥം നോക്കുക. അത് നമുക്ക് ഒരു സുഖമില്ലാന്ന് തോന്നണമെങ്കിൽ വിട്ടേക്ക്. ഹൂ ഷുഡ് ബി പങ്ക്ച്വൽ? ആരായിരിക്കണം പങ്ക്ച്വൽ ആയിട്ടുള്ളത്? പങ്ക്ച്വൽ ആയിട്ടുള്ളവൻ ആരായിരിക്കണം? അല്ലെങ്കിൽ സമയകൃത്യതയുള്ളവൻ ആരായിരിക്കണം? ഹൂ ഷുഡ് ബി ബ്രേവ്? ധീരനായവൻ ആരായിരിക്കണം? അല്ല, ആരായിരിക്കണം ധീരതയുള്ളവൻ? ആരായിരിക്കണം ധീരതയുള്ളവൻ, ധൈര്യമുള്ളവൻ? ഹൂ ഷുഡ് ബി സ്മാർട്ട്? ആരായിരിക്കണം ചുറുചുറുക്കുള്ളവൻ, അല്ലെ സ്മാർട്ട് ആയിട്ടുള്ളവൻ ആരായിരിക്കണം? എന്നുള്ള അർത്ഥം നോക്കുക. എന്നിട്ട് ആ നല്ല ഒരു രസകരമായ അർത്ഥം ഉണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഹൂ ഷുഡ് ബി എന്ന് വെച്ചാൽ ആരായിരിക്കണം. ഹൂ ഷുഡ് ബി മൈ ഫ്രണ്ട്? എന്റെ കൂട്ടുകാരൻ, എന്റെ ഫ്രണ്ട് ആരായിരിക്കണം? ഹൂ ഷുഡ് ബി മൈ ഫ്രണ്ട്? ഹൂ ഷുഡ് ബി മൈ ഫ്രണ്ട്? ആരായിരിക്കണം എന്റെ കൂട്ടുകാരൻ? ഹൂ ഷുഡ് ബി മൈ ടീച്ചർ? എന്റെ ടീച്ചർ ആരായിരിക്കണം? ഹൂ ഷുഡ് ബി മൈ കോച്ച്? എന്റെ കോച്ച് ആരായിരിക്കണം? അല്ലെ, ആരായിരിക്കണം എന്റെ കോച്ച്? ഹൂ ഷുഡ് ബി മൈ ടീച്ചർ? ആരായിരിക്കണം എന്റെ ടീച്ചർ? അല്ലെങ്കിൽ എന്റെ ടീച്ചർ ആരായിരിക്കണം? ഹൂ ഷുഡ് ബി മൈ ഗൈഡ്? ആരായിരിക്കണം എന്റെ ഗൈഡ്? ഹൂ ഷുഡ് ബി അവർ ഫ്രണ്ട്? ആരായിരിക്കണം നമ്മുടെ ഫ്രണ്ട്? ഹൂ ഷുഡ് ബി അവർ ടീച്ചർ? ആരായിരിക്കണം നമ്മുടെ ടീച്ചർ? അല്ലെ, നമ്മുടെ ടീച്ചർ ആരായിരിക്കണം? അതുപോലെ ഇതെല്ലാം പറയാം. ഹൂ ഷുഡ് ബി യുവർ ലീഡർ? ആരായിരിക്കണം നിന്റെ ലീഡർ? ഹൂ ഷുഡ് ബി യുവർ കോച്ച്? ആരായിരിക്കണം നിന്റെ കോച്ച്? ഹൂ ഷുഡ് ബി ഹിസ് ഫ്രണ്ട്? ആരായിരിക്കണം അവന്റെ ഫ്രണ്ട്? ഹൂ ഷുഡ് ബി ഹിസ് ടീച്ചർ? അവന്റെ ടീച്ചർ ആരായിരിക്കണം? ഹൂ ഷുഡ് ബി ഹിസ് ടീച്ചർ? ആരായിരിക്കണം അവന്റെ ടീച്ചർ? ഹൂ ഷുഡ് ബി ഹിസ് ഗൈഡ്? അവന്റെ ഗൈഡ്, അല്ലെ ഗൈഡ് എന്ന് പറയുന്നത്, ഗൈഡ് ആരായിരിക്കണം? ഹൂ ഷുഡ് ബി ഹെർ ലീഡർ? ആരായിരിക്കണം അവളുടെ ലീഡർ? അല്ലെങ്കിൽ അവളുടെ ലീഡർ ആരായിരിക്കണം? ഹൂ ഷുഡ് ബി ഹെർ ഗൈഡ്? ആരായിരിക്കണം അവളുടെ ഗൈഡ്? ഹൂ ഷുഡ് ബി ദെയർ ലീഡർ? ആരായിരിക്കണം അവരുടെ ലീഡർ? ഹൂ ഷുഡ് ബി ദെയർ കോച്ച്? അവരുടെ കോച്ച് ആരായിരിക്കണം? ഹൂ ഷുഡ് ബി ദെയർ ടീച്ചർ? ആരായിരിക്കണം അവരുടെ ടീച്ചർ? അല്ലെങ്കിൽ അവരുടെ ടീച്ചർ ആരായിരിക്കണം? ഹൂ ഷുഡ് ബി ദെയർ ഗൈഡ്? ആരായിരിക്കണം അവരുടെ ഗൈഡ്? ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഇതുപോലുള്ള വാചകങ്ങൾ ഉണ്ടാക്കി ഒരാളെ കൂടി കിട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാന്നേ ഉള്ളൂ, പക്ഷെ വരത്തില്ല. അപ്പൊ ഒരാളെ കൂടി കിട്ടിയിട്ട് ഒരാൾ മലയാളം പറയാം, അതിന്റെ ഇംഗ്ലീഷ് മറ്റേയാൾ, അങ്ങനെ 10 പ്രാവശ്യം വെച്ച് ഓരോ വാചകവും പറയണം. അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താലേ കിട്ടും. എപ്പോഴും അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ചില വാചകങ്ങൾ പറയുമ്പോൾ ഒരു സുഖം തോന്നില്ല, അത് വിട്ടേക്ക്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ. പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങള് മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങള്. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ അവസാനത്തേതും ആയ 16ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വെർബിന്റെ ഫോംസില് 4 ഫോംസ്, രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ
നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവ പഠിക്കണം നിർബന്ധമായിട്ടും. മറ്റൊന്നുള്ളത് ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ്. ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂരലാണ്. എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, സിംഗ്, സാങ്, സങ്, swim, swam, swum, ring, rang, rung, sing, sang, sung, shrink, shrank, shrunk, swing, sprang, sprang. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഒക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അവ കാണാം. ബാങ്, ബാങ്ക്ഡ്, ബാങ്ക്ഡ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്, കോം, കോംഡ്, കോംഡ്, ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്, ക്രഷ്, ക്രഷ്ഡ്, ക്രഷ്ഡ്, curl, curled, curled, fold, folded, folded, itch, itched, itched, need, needed, needed, object, objected, objected, obtain, obtained, obtained, order, ordered, ordered, peck, pecked, pecked, perform, performed, performed, permit, permitted, permitted, please, pleased, pleased, possess, possessed, possessed, pour, poured, poured, provide, provided, provided, release, released, released, rely, relied, relied, surround, surrounded, surrounded. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കുക, അർത്ഥമൊക്കെ പഠിക്കണം. ചില വെർബുകളിൽ നമ്മൾ കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ IS എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം. അല്ലെ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.